കോഴിക്കോട് താമരശ്ശേരിയിൽ ഷിബിലയെ ഭർത്താവ് കൊന്നത് സ്വബോധത്തോടെയെന്ന് പോലീസ്. ആക്രമണം നടത്തിയ സമയം പ്രതി ലഹരി ഉപയോഗിച്ചിരുന്നില്ല എന്ന് വൈദ്യപരിശോധനയിൽ സ്ഥിരീകരിച്ചതായി പോലീസ് പറഞ്ഞു. യാസിന്റെ സുഹൃത്താണ് പുതുപ്പാടിയിൽ അമ്മയെ കൊലപ്പെടുത്തിയ ആഷിഖ്. ആഷിഖിന്റെ ഉമ്മയായ സുബൈദയുടെ കൊലപാതകത്തിന് പിന്നാലെ ഷിബില യാസിറുമായി ബന്ധം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നുവെന്ന് അറിയുന്നു. ദിസ്ന സുരേഷ് ചെയ്യുന്നുണ്ട്. ദിസ്ന, പുതിയ വിവരങ്ങൾ പലതും വരുന്നു, എന്തൊക്കെയാണത്? തീർച്ചയായും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈങ്ങോപ്പുഴ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് വരുന്നത്. അതായത് പ്രതി ഈ ക്രൂരകൃത്യം ചെയ്തത് സ്വബോധത്തോടെയാണ്. അപ്പോൾ ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകം എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് ഇപ്പോൾ എത്തുകയാണ്. വൈദ്യപരിശോധനയിലാണ് അത്തരത്തിൽ ലഹരിമരുന്ന് ഉപയോഗിച്ചിട്ടില്ല എന്നൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടുള്ളത് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് അറിയുന്നത്. അതുമാത്രമല്ല, താമരശ്ശേരിയിൽ ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ ആഷിഖിന്റെ സുഹൃത്താണ് ഈ യാസിർ എന്ന് പറയുന്നത്. ഈ സുബൈദയെ കൊലപ്പെടുത്തിയ ആ സംഭവം ഒക്കെ നടന്നു കഴിഞ്ഞ് ഈ ഷിബില പറഞ്ഞിരുന്നു, ഈ കൂട്ടുകെട്ട് നിങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഇത്തരത്തിൽ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നത് നിർത്തണമെന്നുള്ള കാര്യം ഈ ഷിബില യാസിറിനോട് പറയുകയുണ്ടായി. തുടർന്ന് വലിയ രീതിയിലുള്ള വഴക്കുണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, നിരന്തരമായി ഇവർ തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇനി ഒത്തുപോവാൻ കഴിയില്ല എന്നൊരു കാര്യം ഷിബില വളരെ വ്യക്തമായി തന്നെ യാസിറിനോട് പറഞ്ഞിരുന്നു. മാത്രമല്ല, യാസിറിന്റെ കയ്യിലായിരുന്നു ഈ ഷിബിലയുടെ ആധാർ ഉൾപ്പെടെയുള്ള മറ്റു രേഖകളൊക്കെ. അതൊക്കെ തനിക്ക് തിരിച്ചു തരണമെന്നൊരു കാര്യവും ഈ ഷിബില വ്യക്തമാക്കിയിരുന്നു. അതേ തുടർന്ന് ഈ ഷിബിലയുടെ പിതാവിന്റെ കയ്യിൽ ഈ രേഖകളൊക്കെ തന്നെ കൊടുക്കാം എന്നൊരു ധാരണയിൽ ഇവർ എത്തുകയുണ്ടായി. പക്ഷേ ആ ധാരണ തെറ്റിച്ച് പിന്നീട് വൈകുന്നേരം വീട്ടിലേക്ക് വരികയും സർട്ടിഫിക്കറ്റ് നൽകാനായി വീട്ടിലേക്ക് വരികയാണെന്ന രീതിയിൽ ബോധിപ്പിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. തുടർന്ന് ഷിബിലയെ കത്തികൊണ്ട് നെഞ്ചിൽ കുത്തുകയായിരുന്നു എന്ന് തന്നെയാണ്. സ്നേഹിച്ച് കൂടെ ജീവിച്ച ഭാര്യയെയാണ് അത്തരത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് എന്ന ഞെട്ടിക്കുന്ന വാർത്ത അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തുടർന്ന് കത്തികൊണ്ട് കുത്തുകയായിരുന്നു. അപ്പോൾ ഇത് കണ്ട പിതാവ് ഓടിയെത്തുകയും അത് തടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നീട് പിതാവിനും മാതാവിനും നേരെ ഇത്തരത്തിലൊരു ആക്രമണം പുറത്തുവിടുകയായിരുന്നു എന്നൊരു കാര്യം തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ ഈ സംഭവം കണ്ട ദൃക്സാക്ഷിയോട് സംസാരിച്ചിരുന്നു. അദ്ദേഹവും പറഞ്ഞത് ബഹളം കേട്ടിട്ടാണ് ഇങ്ങോട്ട് ഓടിയെത്തിയത്. അപ്പോൾ വലിയ രീതിയിൽ അക്രമാസക്തനായി തന്നെയാണ് യാസിർ ഉണ്ടായിരുന്നത്. സൈക്കിളൊക്കെ എടുത്ത് നിലത്ത് വലിച്ചെറിയുകയും താൻ ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന രീതിയിൽ വലിയ രീതിയിൽ ആക്രോശിക്കുകയും ചെയ്തു എന്ന് തന്നെയാണ് ആ ദൃക്സാക്ഷിയും വെളിപ്പെടുത്തിയിട്ടുള്ളത്. തുടർന്ന് അദ്ദേഹം ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയായിരുന്നു. നേരത്തെ അതായത് ഉമ്മയെ കൊലപ്പെടുത്തിയ ആഷിഖുമായുള്ള ആ സൗഹൃദം നിർത്തണമെന്ന ഷിബിലയുടെ താക്കീത്, തനിക്ക് യാസിറുമായി ജീവിക്കുവാൻ താല്പര്യമില്ല, തന്നെ വെറുതെ വിടണമെന്നൊരു അപേക്ഷയും ഷിബില മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഇതൊക്കെ തന്നെ തിരസ്കരിച്ചുകൊണ്ട് ഒരു കുടുംബത്തിന്റെ സ്വപ്നം, അല്ലെങ്കിൽ 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഉമ്മയെ അതിദാരുണമായാണ് യാസിർ കൊലപ്പെടുത്തിയത് എന്ന് തന്നെയാണ്. സമാനമായി താമരശ്ശേരി കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ ഇത്തരത്തിൽ ലഹരി മാഫിയകൾ തമ്പടിക്കുന്നു എന്നൊരു കാര്യവും ഇവിടുത്തെ നാട്ടുകാർ പരാതിയായി ഉന്നയിക്കുന്നു. നിരവധി തവണ ഇവർ പോലീസ് സ്റ്റേഷനിലടക്കം ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. എന്തായാലും വലിയ രീതിയിൽ നാടിനെ നടുക്കിയ ഒരു കൊലപാതകത്തിലേക്ക് തന്നെയാണ് ഈ ഈങ്ങോപ്പുഴ കൊലപാതകം മാറിയിരിക്കുന്നത്. വീണ.